ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് ഇപ്പം അമ്മയുടെ ക്ഷീണമൊക്കെ മാറി വരുന്നു. ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. എന്നാലും അമ്മേനെ 2 നേരം കൊണ്ടുപോകണം ആശുപത്രി. കാരണം ശരണ്യ അടുക്കള ഒറ്റക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അമ്മയും മകളും കൂടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സഹായിച്ചൊക്കെ കൊടുക്കണുണ്ട്. അത് കാരണം ഇന്ന് റൂട്ട് അച്ഛൻ മാത്രമാണ് പോയത്, ഞാൻ പോയില്ല. അച്ഛൻ ഒറ്റക്ക് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ കൊടുത്ത് വെച്ചാണ് പോകുന്നത്. അപ്പം ശരണ്യ എന്നാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ശരണ്യ എന്നടിക്കാണ്? ഇത് ചെമ്മിക്കറി അല്ലേ? ഇത് കപ്പങ്ങ മെഴുക്ക് വരട്ടി അല്ലേ? ഇതെന്നാ ചെമ്മീന് വേണ്ടിയാ? ഞാൻ വീഡിയോ അടിക്കുകയാണ്, കണ്ടായിരുന്നു. എനിക്ക് തോന്നി. കൈ പൊള്ളിക്കരുതേ. ചെമ്മീന് വേണ്ടി ചെയ്ത് വെക്കുകയാണല്ലേ? എങ്ങനെയാണ്? ഇന്നലെ ചെമ്മീൻ കറിയാണ്. ഇന്നിപ്പോ ചെമ്മിക്കറി. ചെമ്മീനുണ്ടായിരുന്നു, അവിടെ പൊടിമീനുണ്ടായിരുന്നു, ചൂടനുണ്ടായിരുന്നു. ഇങ്ങനെ ശരണ്യയുടെ ചെമ്മിക്കറിയാണ് ഇന്നത്തെ. ഞാനിന്ന് അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തതല്ല. പിന്നെ പെട്ടെന്ന് ശരണ്യനെ ഒന്ന് വന്ന് എന്തടിക്കണമെന്നൊന്ന് നോക്കിയപ്പോൾ 2-3 കറിയൊക്കെ വെക്കണ കണ്ട്. ഇനി എന്നാ എടുക്കാൻ കപ്പങ്ങ മൂപ്പിക്കാൻ പോയാണ്. കപ്പങ്ങ മെഴുക്ക് വരട്ടിയത്. രണ്ട് കറി മതിയല്ല, വീണ്ടും മെഴുക്ക് വരട്ടിയാണ്. എല്ലാരും ഞാൻ പച്ചക്കറി മേടിക്കാൻ പറഞ്ഞു വിട്ടപ്പോ പച്ചക്കറി മേടിച്ചോണ്ട് വന്നില്ല. അപ്പൊ മിറ്റത്ത് കപ്പങ്ങ കപ്പങ്ങ മെഴുക്കോട്ട് വെച്ചു. ശരണ്യ കഴിഞ്ഞില്ലേ? നാളെ ദോശ, അതിന് അരി വെള്ളത്തിൽ ഇടാൻ പോവാ. ആണോ? നാളെ ദോശയാണ്. അങ്ങനെ പച്ചരി എടുത്തല്ലേ? ഇനി എന്നാണ്? അതെന്നാണ് ശരണ്യ? അപ്പൊ അതുകൂടി വെള്ളത്തിൽ ഇടാൻ പോയി. എന്നാ ഇട്ടേച്ച് ഞാൻ ആ നേരത്ത് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. ഇനി മുളക് പൊടി ഇടണം. കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കൂടെ കഴുകി വെച്ചാൽ എന്റെ ഇന്നത്തെ പരിപാടി. പോയി കുളിക്കണ്ടേ? കുളിക്കണം, സുന്ദരിയാകണം. സുന്ദരിയാകണം. ഞാൻ വീട്ടിലിരിക്കുമ്പോ പൊട്ടും തൊടാതില്ല, ഒരുക്കുകയില്ല. എല്ലാരും നോക്കുമ്പോൾ കിഴങ്ങ് മെഴുക്കോട്ട് പോലെ. അതെ അതെ അതെ, ഇത് കപ്പങ്ങ മെഴുക്ക് വരട്ടിയാണെന്ന് അറിയാലല്ലേ? എല്ലായിടത്തും കപ്പങ്ങായെന്നല്ല കേട്ടാ പറഞ്ഞ. ശരണ്യയിലൊക്കെ നാട്ടിൽ തന്നെയാണ്. അവിടെ ഓമയ്ക്ക. അതാ ഇവിടെ പപ്പായ. അങ്ങനെ കഴിഞ്ഞല്ലേ പരിപാടി? ഇച്ചിരി ഇണക്കിയല്ലേ? ഒരു സ്വല്പം ഇണക്കിയുള്ളൂ. അല്ല, എന്നോട് പറഞ്ഞ് ഇച്ചിരി അരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നാ ചെയ്യാന്? ഞാൻ അരിഞ്ഞതായിട്ടെങ്കിലും പറഞ്ഞല്ല വീഡിയോയിൽ. വലിയ സന്തോഷം. പക്ഷെ എനിക്കറിയാൻ പറ്റില്ല ഇതിനാണെന്നും. ഞാൻ പ്രത്യേകം പറഞ്ഞു കുഞ്ഞായിട്ട് അരിയണം, അത് മെഴുക്കോട്ടിക്കാണ് പറയുകയും ചെയ്തത്. ഞാൻ അരിയാൻ പറഞ്ഞ് ഞാൻ അരിഞ്ഞു വെച്ച്. ഞാൻ തെണ്ടിച്ചാടാൻ പറഞ്ഞ തെണ്ടിച്ചാടാൻ. അതെ അതെ, ശരണ്യ പറഞ്ഞേനെ ചെയ്തു വെച്ച്. പിന്നെ പണിയൊക്കെ തീർന്ന? എല്ലാരും അമ്മേനെ തിരക്കും. അപ്പൊ നമുക്ക് അമ്മേനൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? ശരണ്യ എന്നത്തിന് പോണെന്നാ പറഞ്ഞ? അമ്മക്ക്. ശരി ശരി.
എന്നാ വാ നമുക്ക് അമ്മേനെ കാണിക്കാം. കയ്യിൽ സോപ്പിട്ട് കഴിക്കട്ടെ. ഓക്കെ. ഞാൻ അമ്മേനെ കാണിച്ചു തരാം. കണ്ട അമ്മ കിടക്കണ കണ്ട. അതേ ശരണ്യ അതേ അമ്മക്ക് വെള്ളമായിട്ട് വന്ന് അമ്മക്ക് എണീറ്റ ചുമയാണ് ഭയങ്കര അല്ലേ. ആ കയ്യനക്കണ്ട കേട്ടോ. കയ്യല ഇത് സൂചി നീരുണ്ടല്ലേ. ഈ സൂചി വെച്ചിട്ടാണ്. ആ വെള്ളം പോലും കുടിക്കുകയല്ല. അത് അന്നേരാണ് അമ്മ ഭക്ഷണം കഴിക്കുകയല്ല. അങ്ങനെയൊക്കെയുള്ള കുറെ വാശി ഉണ്ട്. കൊച്ചു പിള്ളേരെ പോലെയാണ് ക്ഷീണം വന്നു കഴിഞ്ഞപ്പോ അല്ലേ. വായി വെച്ച ഒന്നും വേണ്ട. 2 തലേണിയൊക്കെ വെച്ചാണ് കിടക്കണത്. അതാണ്. പിന്നെ അമ്മേനെ എല്ലാവരും തിരക്കണുണ്ട്. എത്രയും വേഗം അസുഖങ്ങളൊക്കെ മാറി അമ്മ വരട്ടെ എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. തിരക്കെന്ന് പറഞ്ഞേ എനിക്ക് അനങ്ങിയ ചുമ വരും. അതാണ് പറയാത്ത. ശരി ശരി അമ്മ കിടന്നു. നമ്മുടെ അച്ഛൻ്റെ വന്ന് ഏതാണ്ടൊക്കെ ശരണ്യൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. ശരണ്യ അയ്യോ ശരണ്യൊക്കെ അല്ലെന്ന് വെറുതെ പറയണേ. കണ്ട ശരണ്യ കള്ളത്തരം പറഞ്ഞ. ശരണ്യൊക്കെ അല്ലെന്ന്. അപ്പൊ അതെ ശരണ്യ അന്നേരാണ് അച്ഛൻ വന്നത്. അമ്മ അങ്ങനെ അച്ഛൻ ശരണ്യക്ക് എന്നാണ് മേടിക്കേണ്ടത്? പഴംപൊരി. അപ്പൊ ശരണ്യക്കും പിന്നെ പിള്ളേര് വരും. അവർക്കുമായിട്ട് മേടിച്ചു കൊണ്ടുവന്നതാണ്. ശരണ്യക്ക് എന്തെങ്കിലും പൊതി കൊണ്ടുവരും കേട്ടോ അച്ഛൻ. നമ്മക്കൊന്നും ഇല്ല കേട്ടോ. എനിക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇനി ഞങ്ങള് ഉച്ചയൂണ് കഴിക്കാൻ പോവുകയാണ്. അതെ അച്ഛൻ കറക്റ്റ് ഉച്ച ടൈമിന് തന്നെ അച്ഛൻ എത്തി. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ, ചെറിയ വീഡിയോ ഞാൻ കറി വെച്ച് കഴിഞ്ഞു വന്നുള്ള വീഡിയോ. അതെ അതെ അതെ. അപ്പൊ അതിന് അത് മഴയൊന്നും ഇട്ടില്ലല്ലോ. ഒരുങ്ങിയില്ല. പൗഡർ പോലും ഇട്ടില്ല. ഞാൻ പൗഡർ ഇടാറില്ല. എന്റെ സൗന്ദര്യത്തിന് രഹസ്യം. അപ്പൊ ഞങ്ങള് ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളെല്ലാരും ഊണ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അല്ലെ കഴിക്കാത്തവര് വരുക, നമുക്കൊന്ന് ചെയ്ത് കഴിക്കാം. കണ്ട. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം. അതെ. ഇനിയിപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട്. അതെ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കുന്നു പോയേക്കാം കേട്ടാ. കണ്ട ശരണ്യയുടെ പ്രത്യേകമുള്ള ഒരു അഭ്യർത്ഥന, ഒന്ന് ലൈക്ക് ചെയ്യണം. അതെ. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയില് കുറെ പേര് പറഞ്ഞായിരുന്നു അലൂമിനിയം പാത്രത്തിൽ അതറിയാൻ മേലായിരുന്നു. അത് നല്ലൊരു വിലപ്പെട്ട ഒരു അറിവാണ് കേട്ടാ പറഞ്ഞു തന്നത്. അമ്മയിടത്തില്ല. ശരണ്യൊക്കെ അറിയാൻ മേല. അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അമ്മ കിടക്കുകയായിരുന്നു. അമ്മയുടെ ഒന്നും ചോദിച്ചില്ല. അത് എന്നാലും അങ്ങനെ ഒരു അഭിപ്രായം വന്നത് നല്ല കാര്യം. കാരണം പെട്ടെന്ന് തന്നെ ശരണ്യ അതിൽ നിന്ന് പാത്രത്തിൽ. അതെ. അങ്ങനെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഇട്ട് തരുമ്പോൾ ഞങ്ങളത് നല്ല പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നതാണ്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ.